നമ്മുടെ ഒന്നാമത്തെ ഇതാണ്. അപ്പം ഒന്നാമത്തെ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതൊരു സിനിമയുടെ പേരാണ്. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ആറാം തമ്പുരാൻ. റൈറ്റ് ആൻസർ ആണ്. ഷംന അങ്ങനെ 1 പോയിന്റ് നേടിയിരിക്കുന്നു. അപ്പം ആറാം തമ്പുരാനാണ് ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ടാമത്തേലേക്ക് പോവാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു ഗെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെയ്യെ. അപ്പൊ ഇത് രണ്ടാമത്തെ. അപ്പൊ ചിച്ചിയാണ് ആദ്യം നോക്കിയത്. പറയൂ. റൈറ്റ് ആൻസർ ഇത് കിളിച്ചുണ്ടൻ മാമ്പഴമാണ്. അപ്പം ആദ്യത്തെ പോയിന്റ് ഷംനാക്ക് കിട്ടി, രണ്ടാമത്തെ പോയിന്റ് ഷിജിന കിട്ടി. ആ ചുണ്ട് കാണാൻ നല്ല രസമുണ്ടല്ലേ? അത് ഞാൻ മലപ്പുറം വെച്ചത് ആ ചുണ്ട്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അപ്പൊ ഇത് എളുപ്പമാണ്. അപ്പൊ രണ്ടുപേര് ഫസ്റ്റ് ഷംനയാണ് പൊക്കിയിരിക്കുന്നത്. മങ്കി പെൻ വളരെ എളുപ്പമാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഈ പടത്തിന്റെ മൊത്തം പേരെങ്ങനല്ല, എന്നാലും ഒരു പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ എടുത്താ. അപ്പം ഫിലിപ്സിന്റെ ബൾബിന്റെ പടം വെച്ചാൽ മതിയായിരുന്നോ? ഫിലിപ്സ് ആൻഡ് മങ്കി പെൻ പറയാം. ഓക്കെ. അപ്പൊ മങ്കി പെൻ ആണ്. അപ്പം ഷംനാക്ക് 2 പോയിന്റ് കിട്ടിയിരിക്കുന്നു. ആമിന ഈസ് 1. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് പൊക്കിയത് ചിച്ചിയാണ്. ഓക്കെ, ടെൽ മീ. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. ആണ് റൈറ്റ് ആണ്. അപ്പം 2-2 ആയിരിക്കുന്നു. ഓക്കെ, ഇതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പടമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും യെസ് അല്ല, ഇതിന്റെ മേളിൽ ടൈമറും ആ സ്മൈല് അതൊന്നും കൂട്ടണ്ട. അതൊക്കെ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. ടൈമിന്റെ സിമ്പലും ഇതും ഒരു ഫണ്ടിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. നിങ്ങൾ ആ പ്ലസ് ഇട്ട് വെച്ചേക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കൂട്ടിയാൽ നിങ്ങളെ കൊണ്ട് കഴിയും. ഓക്കെ, ആമിനാണ് റൈറ്റ് ആൻസർ. സാൾട്ട് ആൻഡ് പേപ്പർ ആണ്. അപ്പം ആൻഡ് ആണ്. പെട്ടെന്ന് മനസ്സിലായില്ലല്ലേ? അപ്പം ആമിനാക്ക് ഇപ്പം 3 പോയിന്റ്, ഷംനാക്ക് 2 പോയിന്റ്. ഫസ്റ്റ് ചിച്ചിയാണ് പൊക്കിയത്. പറയാ. അപ്പം പറ. ഹണീബി. എന്തൊരു എളുപ്പമല്ലേ? കുറച്ചുകൂടെ കഴിയട്ടെ. അപ്പൊ 4-2 സ്റ്റാർട്ട്. നോക്കിയിട്ട് സമാധാനത്തോടെ പറയാം. ഓക്കെ, ഷംനാക്ക് കിട്ടിയിരിക്കുന്നത് ആടിനെ കത്തോണ്ട കേട്ടോ. വേരിക്കൊണ്ടൊരു കുഞ്ഞാണെന്ന് പറയുന്നത്. അപ്പൊ റൈറ്റ് ആൻസർ ആണ്. ഷംനയും സ്കോർ ചെയ്തിരിക്കുന്നു. അപ്പം 3 പോയിന്റ്, ചിച്ചിക്ക് 4 പോയിന്റ്. ഓക്കെ, ഇത് നിങ്ങൾ ഇച്ചിരി ബുദ്ധിപരമായിട്ട് ആലോചിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. സിമ്പിൾ. കീർത്തി ചക്രവാളം. എടാ ഷംന, അങ്ങനെ പോയിട്ട് 4-4 ആയിരിക്കുകയാണ്. ഇതും വളരെ സിമ്പിൾ ആണ്. നിങ്ങളെ കൊണ്ട് സാധിക്കും. ഫസ്റ്റ് ചിച്ചിയാണ് പൊക്കിയിരിക്കുന്നത്. ഉസ്താദ് ഹോട്ടൽ. അപ്പൊ 5 എത്രയായിരുന്നു നിങ്ങൾക്ക്? 4. അപ്പൊ നല്ല രീതിയിൽ നോക്കുക. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നതെന്ന് നോക്കുക. ഓക്കെ, ഷംന. അരെ നിത്തു വാ. മല്ലു സിംഗ് ആണ് ഇത്. യെസ്, റൈറ്റ് ആൻസർ. മല്ലു സിംഗ് ആണ്. മല്ലു മലയാളി, അതാണ് ഉദ്ദേശിക്കുന്നത്. മല്ലു സിംഗ്. അങ്ങനെ ഷംന മനസ്സിലായി. അവസാനം അപ്പൊ 5-5. അപ്പൊ നല്ല വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ രണ്ടുപേരും തമ്മില്? ഇല്ല. ഓക്കെ, എനിക്ക് പറയാനുണ്ട്. എന്തോ? ഇത് ജയിക്കുന്ന ആൾക്കുള്ള ക്യാഷ് പ്രൈസ് നമ്മൾ നൽകുന്നതായിരിക്കും. അതിനെ പുറത്ത് നിങ്ങൾ ഓരോ വറിയും ചെയ്യണ്ട. ഇതും വളരെ എളുപ്പമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി. ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളും കമന്റ് ചെയ്യണം. അപ്പൊ ഷംനയാണ് വീണ്ടും. ഷംനാക്കി എനിക്ക് പണ്ട് ഈ സിനിമയിൽ ഭയങ്കര നോളജാണ്. പഞ്ചവർണ്ണ റൈറ്റ് ആൻസർ. ഷംന മുന്നേറിയിരിക്കുകയാണ്. 6 പോയിന്റ് ഷംനാക്ക്, ചിച്ചിക്ക് 5 പോയിന്റ്. ഇത് നിങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് തന്നെ, ബുദ്ധിമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവസാനം അത് മാജിക്കാരനാണോ അതോ രാജാവോ? യെസ്, ഓഫ് കോഴ്സ് രാജാവാണത്. ആദ്യത്തത് എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ടെൽ മീ. റൈറ്റ് ആൻസർ. മധുരരാജയാണത്. സ്വീറ്റ്സ് ആണെന്ന് മനസ്സിലായല്ലേ? ഞാൻ നാട്ടുരാജാവ് കാലം മധുരരാജാവ്. ഓക്കെ, അപ്പം ചിച്ചി. അപ്പം 6-6. വീണ്ടും കട്ടക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞോളൂ, എന്താണ് മനസ്സിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ. നമുക്ക് നീണ്ട ഒരു ചർച്ചയിലേക്ക് പോകും. ഇത് നിങ്ങളുടെ വിജയം നിർണയിക്കുന്നതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട അല്ല ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കൈ പൊക്കിയിരിക്കുകയാണ്. കമോൺ, ടെൽ മീ. റൈറ്റ് ആൻസർ. പൂമരമാണ്. പൂമരം എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ജയറാമിന്റെ മകന്റെ പടമാണ് പൂമരം. നിങ്ങൾ ബുദ്ധിമുട്ട് പെടും എന്ന് ഞാൻ വിചാരിച്ചു വന്നതാ. എന്താ മുതലും ദൃക്സാക്ഷികളും. എടാ റൈറ്റ് ആൻസറാ.
റൈറ്റ് ആൻസർ. വീണ്ടും അപ്പം വീണ്ടും ടൈയിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ സിമ്പിൾ ആണ്. അപ്പം അത് ഓക്കെ. അപ്പം ഫസ്റ്റ് ചിച്ചിയാണ് പൊക്കിയിരിക്കുന്നത്. എളുപ്പം പറഞ്ഞു. മണിച്ചിത്രത്താഴ്. അപ്പൊ നേരത്തെ 7-7 ആയിരുന്നു, ഇപ്പൊ 8-7 മാറിയിരിക്കുന്നു. അപ്പൊ അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഇത് ഇച്ചിരി ടഫായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കഴിവുകൾ ഞാൻ മനസ്സിലാക്കുന്നു, എന്നാലും നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പറഞ്ഞോളൂ. ഇരട്ട കുട്ടികളുടെ അച്ഛൻ. യെസ്, റൈറ്റ് ആൻസർ. ഇരട്ട കുട്ടികളുടെ അച്ഛൻ. അത് നമ്മുടെ ജയറാമിന്റെ പടമാണ് ഗൈസ്. അപ്പം നിങ്ങൾക്കും പടം മനസ്സിലാവാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. വളരെ എളുപ്പമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം 8 അല്ലേ പോയിന്റ് അല്ലേ? അപ്പം നമ്മളെ ഇപ്പം ഇത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു? ഇതൊരു പഴയ പടമാണ്. അപ്പം ഗൈസ് നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, പടം ഏതാണെന്ന് കമന്റ് ചെയ്യുക. വളരെ വളരെ സിമ്പിൾ ആണ്. കിട്ടി. അത് അവര് കൂട്ടിയാണ് വായിക്കുക. ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. എന്നാലും പറഞ്ഞോളൂ. ഏകദേശം കറക്റ്റ് ആണ്. റൈറ്റ് ആൻസർ ആണ്. കാക്കയ്ക്കും പൂച്ചയ്ക്കും താലി കെട്ട്, അതാണ്. ഓക്കെ, അപ്പം ഏകദേശം റൈറ്റ് ആൻസർ ആണ്. അപ്പം ഉണ്ടോ അങ്ങനെ ദിലീപിന്റെ പഴയ ഒരു പടമാണത്. ഓക്കെ, അപ്പം 8 പോയിന്റ് ആയിരിക്കുന്നു ആമിനാക്ക്. ഷംനാക്ക് എത്ര പോയിന്റ് ആയിരിക്കുന്നു? 7 പോയിന്റ്. 9-8. സോറി, തെറ്റിച്ച് പറഞ്ഞു. 9-8. ഓക്കെ, പോയിന്റ് 9-8 ആണ്. വളരെ പ്രശസ്തമായ ഒരു പടമാണ്. അതിനു മുമ്പേ കിട്ടി. ഓക്കെ, പറ. റൈറ്റ് ആൻസർ പുലിവാൽ കല്യാണമാണ്. അപ്പം 10-8. ഇതും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പടമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ കിട്ടും. അതിനൊന്ന് കിട്ടിയോ? പറ. തേന്മാവൻ കൊമ്പത്ത്. അപ്പം ചിച്ചിക്ക് 11 പോയിന്റ്, ഷംനാക്ക് 8 പോയിന്റ്. അതിനുമുമ്പ് കിട്ടി. എന്തോ പറ. ഓരോന്ന് കണ്ടുപിടിച്ചോണ്ട് ഞാൻ വരെ ഇതൊക്കെ ഇത്ര പെട്ടെന്ന് പറയാണ്. ടൈം എടുക്കുമെന്ന്. അപ്പൊ അച്ഛൻ ഉറങ്ങാത്ത വീടാണ് ഗായ്സ്. അപ്പൊ നിങ്ങൾക്കും കമന്റ് ചെയ്യാം. നിങ്ങൾ കമന്റ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്, ബട്ട് പവർഫുൾ. അപ്പൊ ഇതിന്റെ ഉത്തരം ഗായ്സ് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളും കമന്റ് ചെയ്യണം. വളരെ സിമ്പിൾ ആണ്. പറഞ്ഞോളൂ. യെസ്, റൈറ്റ് ആൻസർ. ഉറുമ്പുകൾ ഉറങ്ങാറില്ല, അതാണ് പടം. അപ്പം ഷംനാക്ക് 9-ഉം ചിച്ചിക്ക് 12 പോയിന്റ് ആണ്. ഗൈസ്, ഇത് നമ്മുടെ പ്രേക്ഷകർക്കുള്ള ചോദ്യമാണ്. അപ്പം വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇത് ഏത് പടമാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏത് പടമാണെന്ന്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്റെ വകയായിട്ട് ഓരോ പോയിന്റുകൾ തരിക. എന്റെ വക ഓരോ പോയിന്റുകൾ തരുന്നു. അപ്പം ഇതിന് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ഇത് ഏത് പടമാണെന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പം ഈ ഗെയിമിൽ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ ആമിന ആണ്. അപ്പം തൊട്ട് പിറകിലായിട്ട് ഷംന തന്നെ ഉണ്ട്. അപ്പം ആമിനയാണ് ഈ ഗെയിമിലെ വിജയി. ഗൈസ്, നമ്മുടെ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു പുതിയൊരു ചാലഞ്ചുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, ബൈ.